നമസ്കാരം. അതീവ പ്രാധാന്യമുള്ളൊരു ശബ്ദരേഖ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈ ശബ്ദരേഖയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. കേവലം രാഷ്ട്രീയം മാത്രമല്ല. എന്നെ കേൾക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന സകലരും ഇത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം ഇപ്പോഴത്തെ ഭാരത് മാതാ വിവാദമാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ പ്രതികരിക്കാറുണ്ട്. നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മതവും ഒക്കെ പ്രതികരണത്തിന് ആധാരമാകും. നമുക്കറിയാം, ഇപ്പോഴത്തെ സൂംബ നൃത്ത വിവാദത്തിൽ മതമാണ് പ്രധാന മാനദണ്ഡമായി മാറുന്നത്. അതേസമയം ഭാരത് മാതായിൽ രാഷ്ട്രീയമാണ്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നതിൽ അസ്വസ്ഥപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വികാരമാണ്. ആ ഒരു വികാരത്തിന് പുറത്താണ് അവരത് ചെയ്യുന്നത്. ഇവിടെ വളരെ മാതൃകാപരമായി സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ഒരു മലയാളി മേജർ പ്രിൻസ് ജോസ്, അദ്ദേഹത്തിന്റെ ഒരു ശബ്ദരേഖയാണ് പുറത്തുവിടുന്നത്. ഇതിൽ കേവലം ഭാരത് മാതാ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് സംഗതികളുണ്ട്. ഈ മേജർ പ്രിൻസ് ജോസിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കാർഗിൽ യുദ്ധത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖമാണ് മേജർ പ്രിൻസ് ജോസ്. കാർഗിൽ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട പോരാളികളിൽ ഒരാളായിരുന്നു. ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ വലിയ മഞ്ഞുമലയിൽ നിന്നും നിലം പതിച്ച് ഏതാണ്ട് 300 അടി താഴെ പോയി വീണ് 75% ശരീരത്തിൽ പരിക്കേറ്റ ആളാണ് ഈ മേജർ പ്രിൻസ് ജോസ്. അദ്ദേഹത്തിന്റെ ജീവിതം ആവേശകരമാണ്. രാജ്യത്തിന് വേണ്ടി പോരാടി ഏതാണ്ട് രക്തസാക്ഷി പരിവേഷത്തിന് അടുത്തുവരെ എത്തി. പട്ടാളത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് റിട്ടയർ ചെയ്ത് 14 വർഷത്തിന് ശേഷം റിട്ടയർ ചെയ്ത മേജർ പ്രിൻസ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിലും ഏതു നിമിഷവും പട്ടാളത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ബഹ്റിനിൽ ഒരു കമ്പനിയിൽ ഉയർന്ന ജോലിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെല്ലാം ഡോക്ടർമാരാണ്. ചങ്ങനാശ്ശേരിയിലെ അതിപുരാതനവും ഉന്നതവുമായ ഒരു കുടുംബാംഗമാണ്. ഈ മേജർ പ്രിൻസ് ജോസ് തൻ്റെ ചെറുപ്പകാലത്ത് പട്ടാളത്തിൽ ചേരുന്നതിന് മുൻപ് ഇസ്ലാമിക ഭീകരവാദികളാൽ ആക്രമിക്കപ്പെട്ട ആളാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നതിന് മുൻപ് ഒരു കൈയും കാലും വെട്ടാൻ വേണ്ടി പ്രിൻസിന് വീട്ടിലെത്തിയതാണ് മതഭീകരവാദി. ആ ഒരു അനുഭവമാണ് മേജർ പ്രിൻസ് ജോസിനെ പട്ടാളക്കാരനാക്കി മാറ്റുന്നത്. പട്ടാളത്തിൽ പോയി അദ്ദേഹം പോരാട്ടം തുടർന്നു. പല ഏറ്റുമുട്ടലുകളിൽ പങ്കെടുത്തു. രാജ്യത്തിന് വേണ്ടി അഭിമാന പോരാട്ടം നടത്തി. അങ്ങനെ തിരിച്ചു വന്ന മേജർ പ്രിൻസ് ജോസ് കഴക്കൂട്ടം സൈനിക സ്കൂളിൽ പഠിച്ചതാണ്. നമ്മുടെ പൃഥ്വിരാജൊക്കെ പഠിച്ച കഴക്കൂട്ടം സൈനിക സ്കൂളിൽ. ആ സൈനിക സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും പട്ടാളക്കാരാവണമെന്നില്ല. ഭൂരിപക്ഷം പേരും പോകും. പക്ഷെ എല്ലാവരും തന്നെ ദേശസ്നേഹികൾ. പക്ഷേ പട്ടാളത്തിൽ ചേരാത്ത, രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച ചിലരൊക്കെ അവിടെയുമുണ്ട്. അപ്പോൾ ഈ ഭാരത് മാതാ കി ജയ് വിവാദമുണ്ടായപ്പോൾ ഈ സൈനിക സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിൽ, ഒരു വർഷത്തെ 90-ലെ ബാച്ചിന്റെ കൂട്ടായ്മയിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് മേജർ പ്രിൻസ് ജോസ് ഇട്ട ചില പോസ്റ്റുകൾ അവിടെ പഠിച്ച ചില ഇടതുവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ അദ്ദേഹത്തെ ചൊറിഞ്ഞു. അതിൽ അദ്ദേഹം ഖണ്ഡിതനായി. എന്നിട്ട് അവരുടെ തന്നെ ഒരു സഹപാഠിക്ക് അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ ആരും പേടിപ്പിക്കേണ്ട, റാഡിക്കൽ ഇസ്ലാമിൻ്റെ പേരിൽ